ഏവർക്കും ഉബുണ്ടു ജാലകത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഓർഡർ എന്ന വെബ്സൈറ്റിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ചേർക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് ബ്രൗസറിൽ ഓർഡർ CEO കേരള എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യത്തെ ഒരു റിസൾട്ട് തന്നെ ഓർഡർ CEO kerala.gov.in എന്ന വെബ്സൈറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. പിന്നെ പ്രവേശിച്ചതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷനാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷന് വേണ്ടി ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ നൽകിയിരിക്കുന്ന എല്ലാ പേര് വിവരങ്ങളും തന്നെ നൽകുക. കോൺടാക്റ്റ് പേഴ്സൺ നെയിം മുതൽ കോൺടാക്റ്റ് മൊബൈൽ നമ്പറും ആരാണോ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അതിനുശേഷം പാസ്വേഡ് കൊടുത്തുകൊണ്ട് ഇത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഒരു ഫോൺ നമ്പർ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ആ ഫോൺ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയണം. അങ്ങനെ ആ നമ്പറിൽ പറഞ്ഞുകൊണ്ട് അത് ആക്ടിവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സൈൻ ഇൻ ആണ് ചെയ്യേണ്ടത്. സൈൻ ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിമും പാസ്വേഡും, എനിക്ക് പറഞ്ഞാൽ HODയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് യൂസർ നെയിമായിട്ട് വരിക. പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡാണ്. ഇത് ഉപയോഗിച്ച് കയറണമെങ്കിൽ അവിടെ നിന്നും ആ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്താൽ മാത്രമാണ് നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് കഴിയുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും വരുന്ന ഒരു പേജാണ് ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എംപ്ലോയി എൻട്രി എന്ന് കാണാം. ഈ എംപ്ലോയി എൻട്രി എന്ന ഭാഗത്താണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ സ്ട്രെങ്ത് അപ്ഡേഷൻ എന്ന് കാണാം. ഈ സ്ട്രെങ്ത് അപ്ഡേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എണ്ണത്തിലോ അതുപോലെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ചേർക്കാനുണ്ടെങ്കിൽ അതിൽ ചേർക്കുക. അതിനുശേഷം എംപ്ലോയി രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഫ്രം സ്പാർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സ്പാർക്കിൽ നിന്നുള്ളത് ചേർത്ത് കഴിഞ്ഞാലും പേരും അതുപോലെ ബേസിക് പേ മാത്രമാണ് ലഭ്യമാകുക. മറ്റ് വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. റെസിഡൻഷ്യൽ LIC, അതുപോലെ ഇലക്ട്രൽ റോള്, ലാംഗ്വേജ്, IFSC കൂടെ ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റർ ചെയ്യണം. അതിലെ ബാങ്ക് ഡീറ്റെയിൽസ് കമ്പൽസറി അല്ല, മറ്റെല്ലാ വിവരങ്ങളും തന്നെ നിർബന്ധമായിട്ടും എൻ്റർ ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി എംപ്ലോയി രജിസ്ട്രേഷൻ്റെ നടപടികൾ അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.